Hi all, welcome to yet another interesting video which covers the topic of Constitution of India, which is a common paper offered to S4 all branches under KTU University. And now in this particular video, we'll be dealing with second important topic from module 3. So in the previous video, I have already mentioned that the topics in module 3 has been broadly divided into 3, and they are Union Executive, Parliament and Union Judiciary. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അതിൽ ഫ്രം പ്രസിഡന്റ്, ദെൻ വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അറ്റോർണി ജനറൽ, അവരുടെ അധികാരങ്ങളും ടേമും കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാർലമെന്റിനെ കുറിച്ചാണ്. ഓൾറൈറ്റ്, സോ പാർലമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഹൗസുകൾ ഏതൊക്കെ, അവിടേക്ക് എലക്ട് ചെയ്യപ്പെടുന്ന ആളുകളുടെ യോഗ്യതകൾ എന്തൊക്കെ, ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെ, അവരുടെ ടേം എങ്ങനെയാണ്, അവരുടെ പവേഴ്സ് എന്തെല്ലാം എന്നുള്ളതായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് ടേക്കിംഗ് മച്ച് ടൈം, ലെറ്റ് മീ ടേക്ക് യു ഇൻ ടു ദ മെയിൻ ടോപ്പിക്, ദാറ്റ് ഇസ് പാർലമെന്റ്. So the parliament is the legislative organ of union government. So parliament എന്ന് പറയുന്നത്, ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ലെജിസ്ലേറ്റീവ് ഓർഗനാണ്. അതായത് നിയമങ്ങൾ ഉണ്ടാക്കുവാനും അത് ജനങ്ങൾക്ക് വേണ്ടി അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നിയമങ്ങൾ ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലെജിസ്ലേറ്റീവ് ഓർഗനെയാണ് നമ്മൾ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇനി Article 79 to 122 of Part 4 of Constitution deals with organization, composition, duration, officers, procedures, privileges, powers of Indian Parliament. ഇന്ത്യൻ പാർലമെന്റിന്റെ എല്ലാ കാര്യങ്ങളും, അതിൽ ആരൊക്കെ വേണം, അതിന്റെ ക്വാളിഫിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 79 തുടങ്ങി 122 വരെയാണ്. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ദ പാർട്ട് 4 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നൗ ലെറ്റ്സ് ലുക്ക് ഇൻ ടു the organization or composition of parliament. ഇന്ത്യൻ പാർലമെന്റ് എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് ഇന്ത്യൻ പാർലമെന്റ് രൂപീകരിച്ചിരിക്കുന്നത്, അതിൻ്റെ ഹൈറാർക്കി, അതിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് 3 parts. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഇസ് പ്രസിഡന്റ്, ദ സെക്കൻഡ് വൺ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് വിച്ച് വി കോൾഡ് ആസ് Rajsabha or we call upper house. The third one is house of the people which we called as Lok Sabha or lower house. So Indian parliament എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ പ്രസിഡന്റ്, പ്രസിഡന്റിന് താഴെ അല്ലെങ്കിൽ പ്രസിഡന്റിന് ശേഷം രണ്ടാമത്തെ എന്ന് പറയുന്നത് രാജ്യസഭയാണ്. രാജ്യസഭയാണ് നമ്മൾ അപ്പർ ഹൗസ് എന്ന് വിളിക്കുന്നു. അതിനെ പറയുന്ന വേറൊരു പേരും കൂടിയാണ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വയ്ക്കേണ്ടത് ലോക്സഭയാണ്. ലോക്സഭയെ നമ്മൾ ലോവർ ഹൗസ് എന്നും ഹൗസ് ഓഫ് പീപ്പിൾ എന്നും നമ്മൾ പറയുന്നു. സോ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേട്ടുകേൾവി 2 ഹൗസുകളുള്ളതാണ് ഇന്ത്യൻ പാർലമെന്റ്. പക്ഷേ അതല്ല, അതിൽ പ്രസിഡന്റ് ഉണ്ട്, അപ്പർ ഹൗസ് ആയിട്ടുള്ള രാജ്യസഭയുണ്ട്, ലോവർ ഹൗസ് ആയിട്ടുള്ള ലോക്സഭയും കൂടി ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. നൗ ലെറ്റ്സ് ലുക്ക് ഇൻ ടു എന്താണ് രാജ്യസഭ, എന്താണ് ലോക്സഭ എന്നുള്ളത്. ദ രാജ്യസഭ ഇസ് ദ അപ്പർ ഹൗസ് or the second chamber or house of elders എന്നും അതിനെ വിളിക്കുന്നു. and the Lok Sabha is lower house, the first chamber or popular house എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ വൈഡ്ലി നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന പേരുകൾ ലോക്സഭ ആൻഡ് രാജ്യസഭ എന്നാണ്. പക്ഷെ അതിന് നിരവധി പേരുകൾ വേറെയുണ്ട്. അപ്പർ ഹൗസ് ഉണ്ട്, ലോവർ ഹൗസ് ഉണ്ട്, രാജ്യസഭയ്ക്കുള്ള വേറെ പേരുകളാണ് നമ്മൾ സെക്കൻഡ് ചേംബർ അല്ലെങ്കിൽ ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് വിളിക്കുന്നത്. നിരവധി പേരുണ്ട്. പക്ഷെ നമ്മൾ ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഫെമിലിയർ ആകുന്നതിന് വേണ്ടി രാജ്യസഭ എന്നും ലോക്സഭ എന്നായിരിക്കും നമ്മളിത് ഉപയോഗിക്കുന്നത്. നൗ ദോ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് നോട്ട് എ മെമ്പർ ഓഫ് ഈദർ ഓഫ് ദ ഹൗസ് ഓഫ് പാർലമെന്റ്, ഹി ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് പാർലമെന്റ്. രാജ്യസഭയുടെയും ലോകസഭയുടെയും ഔദ്യോഗിക മെമ്പർ അല്ലെങ്കിൽ പോലും പ്രസിഡന്റ് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ആൻഡ് ദിസ് ഇസ് ബിക്കോസ് എ ബിൽ ക്യാൻ ബി പാസ്ഡ് in 2 houses of parliament and it can be enacted as a law only with the consent of president. ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, ഈ പറയുന്ന ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായി വരുന്ന ബില്ല് ഒരു നിയമമായി മാറണമെങ്കിൽ അത് ആരുടെ ഒപ്പ് വേണം? പ്രസിഡന്റിന്റെ ഒപ്പ് വേണം. അതുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോൾ ഇറ്റ് ഇസ് പ്രസിഡന്റ്, രാജ്യസഭ ആൻഡ് ലോക്സഭ. ലോക്സഭയിൽ പാസ്സാക്കുന്ന ബില്ല് രാജ്യസഭയിലേക്ക് വിടുന്നു, രാജ്യസഭയും പാസ്സാക്കുന്ന ബില്ല് പ്രസിഡന്റ് ഒപ്പിടുന്നതിന് ശേഷമായിരിക്കും അതൊരു
നിയമമായിട്ട് മാറുന്നത്. സോ ഇൻ ദാറ്റ് റിഗാർഡ് your president is considered to be one of the integral part of parliament. Now let's look into the Rajsabha exclusively. എന്താണ് രാജ്യസഭ അല്ലെങ്കിൽ അപ്പർ ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സോ കമ്പോസിഷൻ ഓഫ് രാജ്യസഭയിൽ എത്ര ആളുകളുണ്ട്, അവിടെ എങ്ങനെയാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ, എങ്ങനെയാണ് അവിടെ ഇലക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കോമ്പോസിഷൻ ഓഫ് രാജ്യസഭ ഓർ ദ അപ്പർ ഹൗസ്, the maximum strength of Rajya Sabha according to the 4th schedule of constitution is fixed at 250. So maximum number Rajya Sabhayil വരാവുന്ന അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 250 ആണ്. Out of which 238 are to be the representative of states and union territories which is elected indirectly, and 12 are nominated by president, which means that 250 എന്നുള്ള മൊത്തം എണ്ണസംഖ്യയിൽ 238 വ്യക്തികളെ യൂണിയൻ ടെറിട്ടറീസിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും സ്റ്റേറ്റ്സിൽ നിന്നും ഇൻഡയറക്ട്ലി സെലക്ട് ചെയ്യുകയും ബാക്കി 12 പേരെ ഇന്ത്യൻ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ആ റെപ്രസെൻറ്റേഷൻ എന്നുള്ളതാണ് നമ്മൾ താഴെ കാണാൻ പോകുന്നത്. നൗ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, എങ്ങനെയാണ് സ്റ്റേറ്റുകളിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്ക് ആളുകൾ എത്തുന്നത്? The representatives of states in Rajya Sabha are elected by the elected members of Legislative Assembly. The seats are allotted to the states in Rajya Sabha based on the population, which means that രാജ്യസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് നമ്മൾ ഇലക്ട് ചെയ്യപ്പെടുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് ഇലക്ട് ചെയ്യുന്ന രീതിയല്ല. അവർ ഇൻഡയറക്ട്ലി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ നിന്ന്, നമ്മുടെ സംസ്ഥാനങ്ങളിലുള്ള നമ്മൾ എലക്ട് ചെയ്ത് വിട്ട MLAമാരുടെ ഒരു കൺസോർഷ്യം എന്ന് പറയാൻ പറ്റില്ല, ആ MLAമാരുടെ ഒരു ഇലക്ട്രൽ കോളേജിൽ നിന്നാണ് നമ്മൾ രാജ്യസഭയിലേക്ക് നമ്മുടെ ആൾക്കാരെ നമ്മൾ എലക്ട് ചെയ്ത് വരുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഇൻഡയറക്ട്ലി ആണ് എലക്ഷൻ നടക്കുന്നത്. ഡയറക്ട്ലി പീപ്പിൾ എലക്ട് ചെയ്ത് വിടുന്ന സംഭവമല്ല രാജ്യസഭയിലേക്ക് റെപ്രസെൻറ്റേഷൻ പോകുന്നത്. ഇനി ഓരോ സംസ്ഥാനങ്ങൾക്കും രാജ്യസഭയിലുള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചാണ്, പോപ്പുലേഷൻ അനുസരിച്ചാണ്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെയും പോപ്പുലേഷൻ അനുസരിച്ച് രാജ്യസഭയിലേക്കുള്ള ആളുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നു. സോ കൈൻഡ്ലി നോട്ട്, നമ്മുടെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ആളുകൾ, നമ്മൾ MLAമാർ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ എലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരടങ്ങുന്ന ഒരു ഇലക്ട്രൽ കോളേജിൽ നിന്നാണ് നമുക്ക് രാജ്യസഭയിലേക്കുള്ള ആളുകളെ നമ്മൾ എലക്ട് ചെയ്ത് വിടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി ബൈ പീപ്പിൾ. നൗ ഇതാണ് സംസ്ഥാനങ്ങളുടെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ. ഇനി നമുക്കറിയേണ്ടത് യൂണിയൻ ടെറിട്ടറീസിൻ്റെ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് യൂണിയൻ ടെറിട്ടറീസ്. The representatives of each union territories in Rajya Sabha are indirectly elected by members of an electoral college specified or specifically constituted for this purpose. So നമുക്കറിയാം സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ MLAമാരുണ്ട്. MLAമാരുടെ ഒരു ഇലക്ട്രൽ കോളേജിൽ നിന്ന് ആൾക്കാരെ എലക്ട് ചെയ്ത് വിടുന്നു നമ്മൾ പറഞ്ഞു. കേന്ദ്രഭരണ പ്രദേശങ്ങൾ വരുമ്പോൾ, യൂണിയൻ ടെറിട്ടറീസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ രാജ്യസഭയിലേക്ക് ആളുകളെ എലക്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ടൊരു ഇലക്ട്രൽ കോളേജ് അവിടെ രൂപീകരിക്കും. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു ഇലക്ട്രൽ കോളേജ് ഇതിനു വേണ്ടി രൂപീകരിക്കുന്നു. അതിൽ ഇൻഡയറക്ട്ലി നടക്കുന്ന ഇലക്ഷനിലൂടെ ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നില്ല, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ അടങ്ങുന്ന ഇലക്ട്രൽ കോളേജ് രൂപീകരിക്കുന്നു. ആ രൂപീകരിക്കൽ നിന്ന് ഇൻഡയറക്ട്ലി ആണ് നമ്മൾ രാജ്യസഭയിലേക്ക് യൂണിയൻ ടെറിട്ടറീസിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും റെപ്രസെൻറ്റേഷൻ പോകുന്നു. ആൻഡ് ഫൈനലി നോമിനേറ്റഡ് മെമ്പേഴ്സ്. നേരത്തെ പറഞ്ഞു 12 വ്യക്തികളെ, 12 ആൾക്കാരെ പ്രസിഡന്റിന്, ഇന്ത്യൻ പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാം. ദ പ്രസിഡന്റ് നോമിനേറ്റ്സ് 12 members to Rajya Sabha from people who have special knowledge or practical experience in art, literature, science, social service, etc. അതായത് നമ്മുടെ സാമൂഹികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പല തരങ്ങളിൽ പെട്ടിട്ടുള്ള, അത് ആർട്സ് ആയിരിക്കാം, ലിറ്ററേച്ചർ ആയിരിക്കാം, സയൻസ് ആയിരിക്കും, സ്പോർട്സ് ആയിരിക്കും, അങ്ങനെയുള്ള മേഖലകളിൽ അവരവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികളിൽ നിന്ന് 12 പേരെ പ്രസിഡന്റ് ഡയറക്റ്റ്ലി നമ്മൾ നോമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി MP ആണ് രാജ്യസഭയിൽ, സച്ചിൻ ടെണ്ടുൽക്കർ MP ആണ്. അതുപോലെ തന്നെ നമുക്ക് സിനിമ അല്ലെങ്കിൽ സ്പോർട്സ് മേഖല എന്നുള്ളതല്ല, ലിറ്ററേച്ചർ ആയിരിക്കാം, ആർട്സ് ആയിരിക്കാം, അങ്ങനെ ഏത് മേഖലകളിൽ നിന്നാണെങ്കിലും അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളവർക്കുള്ള ഒരു
ഒരു റെക്കഗ്നീഷൻ കൂടിയാണ് നമ്മൾ ഈ പറയുന്ന 12 സീറ്റ്. ഓക്കെ, 12 സീറ്റ് ഈ പറയുന്ന പ്രസിഡന്റ് ആയിരിക്കും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരെയും നമ്മൾ പറയുന്നത് മെമ്പർ ഓഫ് പാർലമെന്റ് എന്നാണ്. എം പി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ കേട്ടുകേൾവിയുള്ളത് എം പി എന്ന് പറയുമ്പോൾ ലോക്സഭയിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നവരെ മാത്രമല്ല എം പി എന്ന് പറയുന്നത്. രാജ്യസഭയിലുള്ള മെമ്പേഴ്സിന് നമ്മൾ മെമ്പർ ഓഫ് പാർലമെന്റ് എന്നാണ് പറയുന്നത്. കാരണം പാർലമെന്റ് എന്ന് പറയുന്നത് ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും ഒത്തുചേരുന്ന ഒരു സംഭവമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. നൗ വാട്ട് ഇസ് എ ടെന്യൂർ ഓഫ് അപ്പർ ഹൗസ്? അപ്പർ ഹൗസ് അതായത് രാജ്യസഭയിലേക്ക് ഒരു വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സമയം അല്ലെങ്കിൽ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്, 6 years. Alright, and now the Rajsabha, which is constituted in the year 1952, is a continuous body, or we call it as a permanent body and not subjected to dissolution. ഈ രാജ്യസഭ ഒരിക്കലും നമ്മൾ പിരിച്ചു വിടുന്ന ഒരു സംഭവം അല്ലെങ്കിൽ രാജ്യസഭയുടെ സമയം കാലാവധി കഴിയുന്ന ഒരു സംഭവമല്ല. രാജ്യസഭ എന്ന് പറയുന്നൊരു പെർമനന്റ് ബോഡിയാണ്. അതിലേക്ക് വ്യക്തികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഓരോ 6 വർഷം കഴിയുമ്പോൾ ആ വ്യക്തികളുടെ ടെന്യൂർ അല്ലെങ്കിൽ കാലാവധി കഴിയുമ്പോൾ പുതിയ വ്യക്തികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഓർമ്മ വയ്ക്കുക, ലോക്സഭയും രാജ്യസഭയും കമ്പയർ ചെയ്യുമ്പോൾ ലോക്സഭ നമ്മൾ കൃത്യമായിട്ടൊരു കാലം കഴിയുമ്പോൾ, ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യും. നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മളത് പിരിച്ചുവിട്ട് ജനറൽ ഇലക്ഷൻസ് നടത്തും. വേറാസ് രാജ്യസഭയിൽ നമ്മൾ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പെർമനന്റ് ബോഡിയാണ്. ആൾക്കാർ 6 വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് പോകുന്നതിനനുസരിച്ച് പുതിയ ആളുകളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. ഐ ഹോപ്പ് ദാറ്റ് പോയിന്റ് ഇസ് വെരി ക്ലിയർ. നൗ സോ ഇതാണ് നമ്മൾ രാജ്യസഭയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് വന്ന മേജർ പോയിന്റ്സ്. അതിൽ സ്റ്റേറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, യൂണിയൻ ടെറിട്ടറീസിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ഡയറക്ട്ലി നോമിനേറ്റ് ചെയ്യുന്ന 12 വ്യക്തികളും കൂടിയുണ്ട്. അടുത്തതായി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ലോക്സഭയാണ്, ലോവർ ഹൗസ്. ജനങ്ങളുമായിട്ട് കുറച്ചും കൂടി നേരിട്ട് നമ്മൾക്ക് ബന്ധപ്പെടുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് കൂടുതലും, ഞാൻ പറയുന്നത് അപ്പർ ഹൗസിലെ ആളുകൾ ബന്ധപ്പെടുന്നില്ല എന്നുള്ളതല്ല, നമ്മൾ നേരിട്ട് വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുത്ത് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞ് വിടുന്ന ആളുകളെയാണ് നമ്മൾ ലോക്സഭയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. So Lok Sabha, which is known as your lower house, the composition of Lok Sabha, the maximum strength of Lok Sabha is fixed as 552. 552 വ്യക്തികളായിരിക്കും ലോക്സഭയിൽ ഉണ്ടായിരിക്കുന്നത്. Out of which 530 members are to the representatives of states, 20 members are representatives of union territories, and 2 members are nominated by president from Anglo-Indian community. നമ്മൾ രാജ്യസഭയിൽ പറഞ്ഞതുപോലെ തന്നെ ലോക്സഭയിലും വ്യക്തികളുടെ എണ്ണം 552 ആണെങ്കിലും അതിൽ 530 വ്യക്തികളായിരിക്കും നേരിട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇലക്ഷൻ വഴി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ബാക്കി 20 പേര് യൂണിയൻ ടെറിട്ടറീസിൽ നിന്ന് ഇലക്ഷനിലൂടെ, ഡയറക്റ്റ് ഇലക്ഷനിലൂടെ തന്നെ വരുന്നു. ആൻഡ് 2 പേര്, ഓക്കെ, ഔട്ട് ഓഫ് ദിസ് 552 2 വ്യക്തികളെയാണ് പ്രസിഡന്റ് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇവിടെയും പ്രസിഡന്റിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് 2 പേരെ, ശ്രദ്ധിക്കുക, ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ കൈൻഡ്ലി നോട്ട് ദീസ് 2 നോമിനേഷൻസ് ആർ specifically from Anglo-Indian community and it's a special power for the Indian president. And now normally the tenure for Lok Sabha, ലോക്സഭയിലേക്ക് ഒരു വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ the normal tenure is 5 years. Alright, 5 വർഷത്തേക്കായിരിക്കും ഒരു വ്യക്തിയെ നമ്മൾ ലോക്സഭയിലേക്ക് MP ആയിട്ട് വിടുന്നത്. 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ജനറൽ ഇലക്ഷൻസ് നടത്തും. ആ ജനറൽ ഇലക്ഷൻസിലൂടെയാണ് നമ്മൾ അടുത്ത സെറ്റ് ഓഫ് പാർലമെന്റ് മെമ്പേഴ്സിനെ നമ്മൾ ലോക്സഭയിലേക്ക് നമ്മൾ വിടുന്നത്. നൗ ലോക്സഭയുടെ ഒരു പ്രത്യേകത, ഞാൻ നേരത്തെ പ്രൈം മിനിസ്റ്റർ അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നുള്ള ടോപ്പിക് എടുത്തപ്പോൾ പറഞ്ഞു, ഈ ലോക്സഭയിലെ എലക്ഷൻ കഴിഞ്ഞ് വരുന്ന ആളുകളുടെ സ്ട്രെങ്ത് അനുസരിച്ച് ഏറ്റവും കൂടുതൽ മെജോറിറ്റി വരുന്ന പാർട്ടിയുടെ ഹയർ പോസ്റ്റിലിരിക്കുന്ന, അല്ലെങ്കിൽ ആ പാർട്ടി ആയിരിക്കും റൂളിംഗ് പാർട്ടി ആയിട്ട് വരുന്ന, ആ പാർട്ടിയിൽ ഏറ്റവും ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ലീഡർ ആയിരിക്കും നമ്മളൊക്കെ പ്രൈം മിനിസ്റ്റർ ആയിട്ടും വരുന്നതെന്ന് പറഞ്ഞു. സോ ബേസിക്കലി നമ്മൾ പറയുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഹൗസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് യുവർ ലോക്സഭ ഓർ ദ ലോവർ ഹൗസ്. ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർമ്മിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി എങ്ങനെയാണ് ലോക്സഭയിലേക്ക് റെപ്രസെൻറ്റേഷൻ വരുന്നത്? റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്, അതായത് സ്റ്റേറ്റ്സിൽ നിന്ന് എങ്ങനെയാണ്, അതായത് സംസ്ഥാനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ലോക്സഭയിലേക്ക് ആളുകൾ എത്തുന്നത്? The representatives of states in Lok Sabha are directly
elected by the people from the territorial constituencies in the states. അതായത് സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്കറിയാം ഓരോ 5 വർഷം കഴിയുമ്പോൾ അവരുടെ ടെന്യൂർ കഴിയുമ്പോൾ ജനറൽ ഇലക്ഷൻസ് പ്രഖ്യാപിക്കും. ആ ജനറൽ ഇലക്ഷൻസ് നടത്തി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളായിരിക്കും മുകളിലോട്ട് നമ്മൾ എം പിമാരായിട്ട് ലോക്സഭയിലേക്ക് പോകും. ഇനി യൂണിയൻ ടെറിട്ടറീസിൽ നിന്ന് എങ്ങനെയാണ്? The constitution has empowered the parliament to choose the representatives of union territories in Lok Sabha. So constitution empowerment കൊടുത്തിരിക്കുന്നത് പാർലമെന്റിനാണ്. അതായത് ലോക്സഭയിലേക്ക് യൂണിയൻ ടെറിട്ടറീസിൽ നിന്ന് റെപ്രസെന്റേറ്റീവ്സിനെ ഇലക്ട് ചെയ്യാനുള്ള അധികാരം. The nominated, ഞാൻ പറഞ്ഞു നോമിനേഷൻ എന്ന് പറയുമ്പോൾ പ്രസിഡന്റിന് 2 പേരെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നോമിനേറ്റ് ചെയ്യും. സോ ലോക്സഭയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ്സിൽ നിന്നും യൂണിയൻ ടെറിട്ടറീസിൽ നിന്നും നോമിനേഷൻ മെമ്പേഴ്സ് പാർലമെന്റിലേക്ക് പ്രസിഡന്റിന്റെ നോമിനേഷനായിട്ട് 2 പേരും. സോ ദാറ്റ് ഈസ് എ representation or that is a structure of your Lok Sabha. And now let's see what are the qualifications required for a person to be a member of parliament. അതായത് രാജ്യസഭയിലേക്കാണെങ്കിലും ലോക്സഭയിലേക്കാണെങ്കിലും ഒരു വ്യക്തി തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. അത് രാജ്യസഭയിലേക്കാണെങ്കിലും ലോക്സഭയിലേക്കാണ്, അത് ഒരുമിച്ചാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. Now he must be a citizen of India, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമതായിട്ട് he must be not less than 30 years of age in the case of Rajsabha and not less than 25 years of age in the case of Lok Sabha. So ലോക്സഭയിലേക്ക് മത്സരിക്കാനാണെങ്കിൽ 25 വയസ്സിനായിട്ടും കുറയരുത്, രാജ്യസഭയിലേക്കാണെങ്കിൽ 30 വയസ്സിനേക്കാളും കുറയാത്ത വ്യക്തികളായിരിക്കണം. സോ നമ്മൾ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഇലക്ഷന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു രാജ്യസഭയുടെയും ലോക്സഭയുടെയും ക്രൈറ്റീരിയാസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. സോ ആ ഒരു പോയിന്റും കൂടി ഇവിടെ ക്ലിയർ ആക്കുകയാണ്. രാജ്യസഭയിലേക്കാണെങ്കിൽ 30 വയസ്സിൽ താഴെ ആകരുത്, ലോക്സഭയിലേക്കാണെങ്കിൽ നോട്ട് ലെസ് ദാൻ 25 years. ആൻഡ് നൗ ഹി മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ എനി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ് if he or she want to contest in a seat of a reserved. അതായത് റിസർവ്ഡ് സീറ്റുകളിൽ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, SC ST കാറ്റഗറി റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റുകളിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ ഈ പറയുന്ന SC ST റിസർവേഷൻ ക്ലാസ്സുകളിലുള്ള ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ മെമ്പേഴ്സ് ആയിരിക്കണം. ഏതൊരു സംസ്ഥാനമായിക്കോട്ടെ, ആ സംസ്ഥാനങ്ങളിലായിക്കോട്ടെ യൂണിയൻ ടെറിട്ടറീസിലാണെങ്കിലും ആ ഒരു റിസർവ്ഡ് കാറ്റഗറിയിൽ മത്സരിക്കണമെങ്കിൽ they must belong to that particular community as such. Okay, so ഈ 3 ക്രൈറ്റീരിയാസ് ആണ് നമുക്ക് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ വരുന്നത്. Now what are the disqualifications? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഒരു വ്യക്തിയെ മെമ്പർ ഓഫ് പാർലമെന്റിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്? Okay, under the constitution a person shall be disqualified for being elected as a member of parliament under the following heads. The first one, if he or she is of unsound mind and stands so declared by a court. അതായത് കോടതി അനൗൺസ് ചെയ്യാണ് അദ്ദേഹം മെന്റലി സ്റ്റേബിൾ അല്ല. അതായത് സൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൗണ്ട് മൈൻഡ് ഇസ് ബേസിക്കലി മെന്റലി സ്റ്റേബിൾ ആയിട്ട് ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലും എന്താ പറയുക സൈക്കോളജിക്കലി ഇഷ്യൂസ് എന്നുള്ളത് കോർട്ട്, അതായത് കോടതി അംഗീകരിച്ചൊരു വ്യക്തിക്ക് കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല. If he is not a citizen of India and voluntarily acquired the citizenship of a foreign state. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിൻ്റെ കൂടെ തന്നെ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ഫോറിൻ കൺട്രിയുടെ സിറ്റിസൺഷിപ്പ് വോളണ്ടിയർലി എടുത്ത ഒരു വ്യക്തിയാണെങ്കിലും മത്സരിക്കാൻ സാധിക്കില്ല. ഇഫ് ഹി ഈസ് സോ ഡിസ്ക്വാളിഫൈഡ് അണ്ടർ എനി ലോ മെയ്ഡ് ബൈ പാർലമെൻറ്റ്. പിന്നീട് പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്ന വ്യക്തികൾക്കും മത്സരിക്കാൻ പറ്റുന്നില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ പാർലമെൻറ്റ് ഡിസ്ക്രിഷൻ. He must not have been found guilty of certain election offences or corrupt practices in the elections. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളിൽ, അതായത് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസിൽ പെട്ട് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസിൽ വന്ന വ്യക്തികളാണെങ്കിലും ഒരിക്കലും ഈ ഒരു മെമ്പർ ഓഫ് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ സാധിക്കില്ല, ഡിസ്ക്വാളിഫിക്കേഷൻ വരും. ആൻഡ് ഹി മസ്റ്റ് നോട്ട് ബി കൺവിക്റ്റഡ് ഫോർ എനി ഒഫൻസ് റിസൾട്ടിങ് ഇൻ ഇംപ്രിസൺമെന്റ് മോർ ദാൻ 2 or more years. അതായത് 2 വർഷമോ 2 വർഷത്തിൽ കൂടുതലോ ഏതെങ്കിലും കേസിൽപ്പെട്ട് ജയിലിൽ പോകേണ്ട വ്യക്തികൾക്കും പറ്റില്ല, അതായത് മത്സരിക്കാൻ അല്ലെങ്കിൽ മത്സര രംഗത്തുണ്ടായിരിക്കാൻ പറ്റില്ല. ആൻഡ് ഹി മസ്റ്റ് നോട്ട് ബി ഡിസ്മിസ്ഡ് ഫ്രം എനി ഗവൺമെൻറ് സർവീസസ് ഫോർ ദ കേസ് ഓഫ് കറപ്ഷൻ, ഡിസ്ലോയൽറ്റി ടു ദ സ്റ്റേറ്റ് എക്സെട്ര. അതായത് എന്തെങ്കിലും കേന്ദ്ര അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർവീസിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട, ഡിസ്മിസ് ചെയ്ത ഒരു വ്യക്തി ആയിരിക്കരുത്. അതായത് അഴിമതിയുടെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ ഒരു സർവീസിൽ നിന്ന്, ഗവൺമെൻറ് സർവീസിൽ നിന്ന് ഡിസ്മിസ് ആക്കപ്പെട്ട വ്യക്തിക്ക് ഒരിക്കലും
മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആയിട്ട് മത്സരിക്കാനുള്ള ക്വാളിഫിക്കേഷൻസ് ഇല്ല. അപ്പോൾ ഇത്രയെല്ലാം കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഗണത്തിൽ പെടുന്ന ആരെങ്കിലും ആണെങ്കിൽ അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി മത്സരിക്കാൻ പറ്റില്ല. മത്സരിച്ച് വിജയിച്ചൊരു വ്യക്തിയാണ്. വിജയിച്ച് കഴിഞ്ഞതിന് ശേഷവും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്നുള്ള സ്ഥാനം നഷ്ടമാകുന്നതാണ്. നൗ ചില കാര്യങ്ങൾ, അതായത് രാജ്യസഭയും ലോക്സഭയും കുറിച്ച് സംസാരിക്കുമ്പോൾ ചില ഫാക്റ്റുകൾ അല്ലെങ്കിൽ ചില വസ്തുതകൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ദ ഫസ്റ്റ് വൺ, ദർ ഇസ് എ സ്പീക്കർ ആൻഡ് എ ഡെപ്യൂട്ടി സ്പീക്കർ ഫോർ ലോക്സഭ. സോ ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം, ലോക്സഭ ഞാൻ പറഞ്ഞു നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഒരു സഭയാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് സ്പീക്കറാണ്. സ്പീക്കറിന് തൊട്ട് താഴെ ഡെപ്യൂട്ടി സ്പീക്കറുണ്ട്. ഇനി രാജ്യസഭയിലേക്ക് പോകുമ്പോൾ ദർ ഇസ് എ ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഫോർ രാജ്യസഭ. സോ രാജ്യസഭയെ കൺട്രോൾ ചെയ്യുന്നത് ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനുമാണ്. ലോക്സഭയെ കൺട്രോൾ ചെയ്യുന്നത് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. ദ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഇസ് ഇലക്റ്റഡ് ബൈ ലോക്സഭ എമംഗസ്റ്റ് മെമ്പർ. അതായത് ലോക്സഭയിലെ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കുന്നത് അവർ തന്നെ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ തന്നെ സഭ കൂടി ആദ്യത്തെ ദിവസം ചെയ്യുന്നത് സ്പീക്കറെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അത് എഗെയിൻ അത് അവരുടെ ഇടയിൽ തന്നെ നടക്കുന്ന ഒരു ഇലക്ഷനാണ്. നൗ ദ പ്രിസൈഡിംഗ് ഓഫീസർ, രാജ്യസഭയിലേക്ക് വരുമ്പോൾ ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് രാജ്യസഭ ഇസ് നോൺ ആസ് എ ചെയർമാൻ. അതായത് രാജ്യസഭയെ കൺട്രോൾ ചെയ്യുന്ന പ്രിസൈഡിംഗ് ഓഫീസറാണ് രാജ്യസഭയുടെ ചെയർമാൻ. ആൻഡ് ഇൻ ഇന്ത്യ ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ, അതായത് രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ആണ്. ആൻഡ് ദ ഡെപ്യൂട്ടി വൈസ് ചെയർമാൻ or we call it as the deputy chairman, or the deputy chairman is elected by the Rajya Sabha by the members. അപ്പോൾ ഡെപ്യൂട്ടി ചെയർമാൻ ആ മെമ്പേഴ്സിൽ നിന്ന് തന്നെ, രാജ്യസഭയുടെ മെമ്പേഴ്സിൽ നിന്ന് തന്നെ എലക്ട് ചെയ്യപ്പെടും. ചെയർമാൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളുടെ അറിവിലേക്കാണ്. അതോടൊപ്പം തന്നെ ഉത്തരങ്ങൾ യൂണിവേഴ്സിറ്റി ചോദ്യങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും പോയിന്റ്സിൽ ഇത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. So these are the things, or these are the facts about Lok Sabha and Rajya Sabha. ലോക്സഭയുടെയും രാജ്യസഭയും മെമ്പേഴ്സ് അവരെങ്ങനെയാണ് എലക്ട് ചെയ്യപ്പെടുന്നത്, അതിൻ്റെ ടെന്യൂർ എങ്ങനെയാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, അവരുടെ കോമൺ ഫാക്ട്സ് ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. Now let's look into what are the functions of parliament. പാർലമെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അതായത് പ്രസിഡന്റും രാജ്യസഭയും ലോക്സഭയും അടങ്ങുന്ന പാർലമെന്റിന്റെ 7 മെയിൻ ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First one is legislative powers and functions. The primary function of a parliament is to make a law for the governance of the country. Primary law എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് ആണ്. അതായത് നാടിൻ്റെ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഭരണ നിർവഹണത്തിന് വേണ്ടി കൃത്യമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പവർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സിക്യൂട്ടീവ് പവർ. എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് it supervises the activities of the executive with the help of committees like committees on subordinate legislation, committees on petitions, etc. അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നിയമങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പാലിക്കപ്പെടുവാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് സബ് കമ്മിറ്റീസ് വഴി നമ്മൾ കണക്കിലാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത്. സോ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നോക്കും. Then now we have financial power. പാർലമെന്റ് ഫിനാൻഷ്യൽ പവർ എന്ന് പറയുമ്പോൾ ഇനാക്ട്മെന്റ് ഓഫ് ബഡ്ജറ്റ്, അതുപോലെ തന്നെ ടാക്സ് മാറ്റേഴ്സ്, അതായത് നികുതിയെക്കുറിച്ചും ടാക്സിനെ കുറിച്ചും ബഡ്ജറ്റിന്റെ കാര്യങ്ങളും, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു, അത് പാസ്സാക്കുന്നു, അതൊക്കെയാണ് അവരുടെ ഫൈനാൻഷ്യൽ പവേഴ്സ് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, അതായത് ഭരണഘടനയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അത് അമെൻഡ് ചെയ്യാനുള്ള പവർ, അതുപോലെ തന്നെ അതിൽ ഭേദഗതികൾ വരുത്തുവാൻ, അതിൽ ചേഞ്ചസ് വരുത്താനൊക്കെ നമുക്ക് പാർലമെന്റിന് പവർ ഉണ്ട്. ജുഡീഷ്യൽ പവർ എന്ന് പറയുമ്പോൾ പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിനൊക്കെ ഇംപീച്ച് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഓഫീസിൽ നിന്ന് അവരെ റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് നടക്കുന്ന സ്ഥലവും പാർലമെന്റാണ്. അപ്പോൾ ആ നിലയ്ക്ക് ജുഡീഷ്യൽ പവറും പാർലമെന്റിനുണ്ട്. ഇലക്ട്രൽ പവർ ആൻഡ് ഫങ്ഷൻസ്. ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്. The Lok Sabha elects its speakers, deputy speakers, while Rajya Sabha elects its deputy chairman. ഇലക്ട്രൽ പവർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനും എലക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇലക്ട്രൽ കോളേജ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് വൈസ് പ്രസിഡന്റിനും പ്രസിഡന്റിനും എലക്ട് ചെയ്യാനുള്ള ഇലക്ട്രൽ കോളേജിൽ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഉണ്ട്. അവരോടൊപ്പം തന്നെ ലോക്സഭ അവർക്ക് വേണ്ട സ്പീക്കറിനും ഡെപ്യൂട്ടി സ്പീക്കറിനും എലക്ട് ചെയ്യുന്നു. രാജ്യസഭ അവരുടെ ഡെപ്യൂട്ടി ചെയർമാനും എലക്ട് ചെയ്യുന്നു. സോ ഇലക്ട്രൽ പവേഴ്സും ഉണ്ട്. ആൻഡ് അതർ പവേഴ്സ് എന്ന് പറയുമ്പോൾ
നമുക്കറിയാം മറ്റുള്ള പവേഴ്സ് എന്ന് പറയുമ്പോൾ എമർജൻസികൾ, സ്റ്റേറ്റ് എമർജൻസി, അതായത് ആഭ്യന്തരമായിട്ടുള്ള അടിയന്തരാവസ്ഥകൾ, അത് ദേശീയ അടിയന്തരാവസ്ഥയാണെങ്കിലും സംസ്ഥാന തലങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള പവറുകളും അത് അപ്രൂവ് ചെയ്യുന്നത് പവർ പ്രസിഡന്റിനാണ്, പക്ഷെ അത് അപ്രൂവ് ചെയ്യേണ്ടത് പാർലമെന്റ് ആണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ വിസ്തീർണം, സംസ്ഥാനങ്ങളുടെ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ കൂട്ടുവാനും കുറയ്ക്കുവാനും അതുപോലെ തന്നെ അവരുടെ പേരുകൾ മാറ്റുവാനുള്ള, സംസ്ഥാനങ്ങളുടെ പേരുകൾ മാറ്റുവാനുള്ള അധികാരങ്ങളും കാര്യങ്ങളൊക്കെ പാർലമെന്റിനാണുള്ളത്. സോ ഇൻ ഷോർട്ട് 7 മെയിൻ ഫങ്ഷൻസും പവറുകളുമാണ് പാർലമെന്റിനുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇൻ ദിസ് വീഡിയോ നമ്മൾ എക്സാമിൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പാർലമെന്റിനെ കുറിച്ചാണ്. സോ പാർലമെന്റിൽ പ്രസിഡന്റ് ഉണ്ട്, ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. അതിൽ രാജ്യസഭ അപ്പർ ഹൗസ് ആണ്, അതിൻ്റെ മെമ്പേഴ്സ്, ടെന്യൂർ, അതിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ലോക്സഭ എന്ന് പറയുന്നത് ലോവർ ഹൗസ് ആണ്, അത് ഡയറക്റ്റ്ലി ആളുകൾ എലക്ട് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അതിൻ്റെ ടെന്യൂറും ഡിസ്ക്വാളിഫിക്കേഷൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ഇൻ ജനറൽ പാർലമെന്റിന്റെ ഫങ്ഷൻസും പവേഴ്സുമാണ് ഈ 7 നമ്മൾ ഡിസ്കസ് ചെയ്തു. And in the next video, we will be explaining the last topic of Module 3, that is the Indian judiciary. All right, thank you.